ഹായ് എല്ലാവർക്കും നമസ്കാരം. റെയിൽവേയുടെ ലെവൽ 1 പോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പലരും ഇത് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, ഇപ്പോൾ OBC ഏത് ടൈം പീരീഡിലെ OBC സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ എടുക്കേണ്ടത്, അങ്ങനെ പല ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ എക്സാമിന് ഗ്രൂപ്പ് ഡി എക്സാം നമ്മൾ ലെവൽ 1 പോസ്റ്റാണ്, റെയിൽവേയിൽ ലെവൽ 1 പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി. ഓക്കെ, അപ്പോൾ ആ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. 31-ാം തീയതി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. സോ 31-ാം തീയതി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 2 മാർച്ച് വരെ, മാർച്ച് 2-ാം തീയതി വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നിമിഷത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത്, ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 4-ാം തീയതി വരെ, എപ്പോഴും റെയിൽവേ എക്സാമിന് അങ്ങനെയാണ്, 2 ദിവസം നമ്മൾ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് 2 മാർച്ചാണ്. 4-ാം തീയതി വരെ നമ്മുടെ ഫീ പേയ്മെൻറ്റിൻ്റെ സമയമുണ്ട്. പിന്നെന്താ ബാക്കി മോഡിഫിക്കേഷൻ വിൻഡോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മോഡിഫിക്കേഷൻ വിൻഡോയിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം റെയിൽവേയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമ്മൾ ഇന്നത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ എക്സാമിന് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പലർക്കും ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ്, ഒരുപാട് കേസൊക്കെ നടന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ എക്സാമിന് 10th അല്ലെങ്കിൽ ITI ഇതാണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്താണ്, ITI മാത്രം വേണം, അങ്ങനെ ITI തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് നടന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണ് 10th ഓർ ITI അല്ലെങ്കിൽ എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അത് എന്താണ് ഗ്രാൻറ്റഡ് ബൈ NCVT ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മതി നിങ്ങൾക്ക്. ഇപ്പോൾ ITI തന്നെ വേണമെന്നില്ല, 10th ആയാലും മതി. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, മിനിമം ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മിനിമം നിങ്ങൾ 10th അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആരാണ് NCVT ആണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ആ കാര്യം ഓക്കെയാണ്. പിന്നെന്താ, റിസൾട്ട് വന്നിരിക്കണം കേട്ടോ. ഇപ്പോൾ 10th പഠിക്കുന്ന എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റിസൾട്ട് വന്നിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വന്നിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡിഗ്രീൻ്റെ റിസൾട്ടൊക്കെ വരാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ മിനിമം ക്വാളിഫിക്കേഷൻ്റെ ആ എക്സാമാണ് നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റിൻ്റെ പലർക്കുള്ള ഡൗട്ടാണ്. നമ്മുടെ വീഡിയോസിനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്. ഇന്ന ഡേറ്റിന് ശേഷമാണ് ഞാൻ ജനിച്ചത്, എനിക്ക് പറ്റുമോ? അപ്പോൾ ഡൗട്ട് ഇനി വേണ്ട, നോക്കിയോ. നമ്മുടെ ഡേറ്റ് ഇതിൽ പറയുന്നത് എന്താണ്, 18 മുതൽ 33 വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് പറയാം. 18 മിനിമം ഏജ് എന്ന് പറയുന്നത് 18 ആണ്. മാക്സിമം എന്ന് പറയുന്നത് 33 ആണ്. 33 എന്ന് പറയുന്നത് നമ്മുടെ UR കാറ്റഗറി, ജനറൽ കാറ്റഗറിക്കാണ് 33. ഇനി നോക്കിയേ, EWSഉം URഉം ഇതാണെങ്കിൽ അവർ ജനിച്ചിരിക്കേണ്ടത് 2/1/93 ശേഷം ജനിച്ച ആൾക്കാർക്കും, 2/1/93 ശേഷം ജനിച്ച ആൾക്കാർക്ക്, അതിന് മുന്നേ ജനിച്ച ആൾക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് ശേഷം. അപ്പോൾ ഇനി ഡൗട്ട് വേണ്ട, 2/1/93 അവരുടെ. അതിന് മുന്നേ ജനിച്ച ആൾക്ക് പറ്റില്ല, അതിന് ശേഷം ജനിച്ച ആൾക്കും മാത്രമേ പറ്റൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ജനിച്ച ആൾക്ക് മാത്രമേ പറ്റൂ. പിന്നെ OBC ആണെങ്കിൽ, OBC നോൺ ക്രീമി ലെയർ ഉള്ള ആൾക്കാരാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ നോക്കിയേ, 2/1/90 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. 2/1/90 അതിന് ശേഷമോ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC ST ആണെങ്കിൽ 2/1/88. ഓക്കെ, 88ആണ്. 2/1/88 ശേഷം, അന്നോ അതിന് ശേഷമോ ജനിച്ച ആൾക്കാർക്കാണ് പറ്റുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നിങ്ങൾ. ഇതിന് ശേഷം ജനിച്ചവർക്ക് പറ്റില്ല. ഓക്കെ, ഇതിന് ശേഷം ജനിച്ചവർക്ക് പറ്റില്ല. 1/1/2008 ശേഷം ജനിച്ചവർക്ക് പറ്റില്ല. ഇതിന് മുന്നേ ജനിച്ചവരായിരിക്കണം. ഓക്കെ, എല്ലാവരും ഇതിന് മുന്നേ, OBC അതിലൊന്നുമില്ല. OBC എന്തായാലും ഇതിന് മുന്നേ ജനിച്ച ആൾക്കാരായിരിക്കണം. സോ
ഇതിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഡേറ്റിൽ ഡൗട്ടില്ലാന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി അറിയുന്ന കാര്യമാണ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം, OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 5 ഉണ്ട്. പിന്നെ നോക്കിയേ, എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അവർ സെർവ് ചെയ്ത കാലം, അതായത് ഡിഡക്റ്റ് ഇൻ ദ ലെങ്ത് ഓഫ് സർവീസ്, അവർ എത്ര കാലമാണ് സർവീസ് ഇവിടെ നമ്മൾ എക്സ് സർവീസ്, നമ്മുടെ എയർഫോഴ്സ് ഏത് ഫോഴ്സിലാണെങ്കിൽ ആർമി, എയർഫോഴ്സ്, നേവി, ആ ഫോഴ്സിൽ ഉണ്ടായത് ആ കാലയളവ് കൂട്ടില്ല. ആ കാലയളവ് അവർ ഡിഡക്റ്റ് ചെയ്യും. എന്നിട്ടാണ് അവരുടെ ഏജ് കൂട്ടുക. ഓക്കെ, എന്നിട്ട് അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. എന്താണ് നോക്കിയാൽ UR ആണെങ്കിൽ 3 years. ഓക്കെ, UR ആണെങ്കിൽ 3 years ഉണ്ട്. OBC NCL ആണെങ്കിൽ 6 വർഷമുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സെർവ് ചെയ്ത കാലഘട്ടം കൂട്ടില്ല. ഇപ്പം നിങ്ങളൊരു 18-ാം വയസ്സിലാണ് സെർവ് ചെയ്യുന്നത്, അവിടുന്ന് ഒരു 15 വർഷം നിങ്ങൾക്ക് സർവീസ് ഉണ്ട്. സോ ആ 15 വർഷം മാറ്റിയിട്ട് നിങ്ങൾക്ക് 18 വയസ്സാണെന്ന് വിചാരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സ് സർവീസ്മെൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏജിൻ്റെ കാര്യങ്ങൾ. പിന്നെ PWBD ആൾക്കാർക്ക് നോക്കി, അതിൽ ഓരോ കാറ്റഗറി ബേസിലും 10 വർഷം, 13 വർഷം, 15 വർഷം അങ്ങനെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ്, ഇത് രണ്ടും സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ എക്സാമിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്, നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണുള്ളത്. അത് ഒറ്റ ടെസ്റ്റ് മാത്രമാണുള്ളത്, ഒറ്റ CBT മാത്രമാണുള്ളത്. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ടെസ്റ്റിന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അതെന്താണ്, കുറച്ച് വെയിറ്റ് എടുത്തിട്ട് ഓടുക, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു CBT മാത്രമാണ്, ബാക്കി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റും മെഡിക്കൽ എക്സാമിനേഷനും. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അപ്പോൾ ഇതിന് നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അറിഞ്ഞിരിക്കണം. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ ചെയ്യാം. ഇവിടെ നമ്മൾ ഇന്ന് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ വീഡിയോസും പുറകെ നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യണോ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിയാൽ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ്. എന്താണ്, ആധാർ കാർഡ്, പിന്നെ SSLC ബുക്ക്, OBC NCL, അതായത് ഓരോ കാറ്റഗറിക്കാണ്. ഇപ്പോൾ നിങ്ങൾ OBC NCL കാറ്റഗറിയിലാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെന്താ, EWS കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SC SC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ സിഗ്നേച്ചറും കൂടെ വേണം. സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. സോ സിഗ്നേച്ചറും കൂടെ വേണം. പിന്നെന്താ, ബാങ്ക് ഡീറ്റെയിൽസ് വേണം. അതുപോലെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാർ, PSUയിലുള്ള ആൾക്കാരാണ്, അപ്പോൾ അവിടെ നിന്നുള്ള NOC വേണം. ഓക്കെ, അത് വേണം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ PWBD കാറ്റഗറി ആണെങ്കിൽ അതിനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്ര ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. ഇനി നിങ്ങൾ ഈ എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപ്ലോഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ടൂ. അതും എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട. ഓക്കെ, സിഗ്നേച്ചർ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. JPG ഫോമാറ്റ് സിഗ്നേച്ചർ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യം സർട്ടിഫിക്കറ്റ് എന്താണ്, സിഗ്നേച്ചർ, നിങ്ങളുടെ സൈൻ, അതിൻ്റെ സൈസൊക്കെ പറയാം. ആ സൈൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ SC ST കാറ്റഗറിയിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പക്ഷേ എല്ലാവരും SC STയിലെ എല്ലാവരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫ്രീ ട്രെയിൻ ട്രാവൽ പാസ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എക്സാമിനേഷന് പോകാനുള്ള ട്രെയിൻ, അതുപോലെ അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മുടെ സിഗ്നേച്ചർ മാത്രം അപ്ലോഡ് ചെയ്യാം. അതുമാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് സിഗ്നേച്ചറാണ്. അത് JPG ഫോമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. SC STക്കാർ എല്ലാവരും അപ്ലോഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ട്രെയിൻ പാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലവർ നേരത്തെ ഓൾറെഡി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലവർ ഇപ്പോൾ പുതിയതായിട്ട് എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഗ്രൂപ്പ് ഡി എഴുതാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. ലെവൽ 1 പോസ്റ്റാണ് ഞാൻ, ലെവൽ 6 സ്റ്റേഷൻ മാസ്റ്റർ JE അതുപോലത്തെ പോസ്റ്റും മാത്രമേ എഴുതൂ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെവൽ 1 നിങ്ങൾ ഇപ്പോൾ എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയി ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് പ്രൊമോഷൻ ഡയറക്റ്റായി നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ JE ഒക്കെ ജൂനിയർ എഞ്ചിനീയറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ഡയറക്റ്റായി എക്സാം എഴുതി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ മടിച്ചിരിക്കേണ്ട. നിങ്ങളിപ്പോൾ ലെവൽ 1 പോസ്റ്റായ ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുക, അത് പാസ്സാവുക, അതിൽ തൽക്കാലം ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എക്സാം ഉണ്ട്, പല എക്സാംസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, പല തരത്തിൽ രണ്ട് തരത്തിലുള്ള എക്സാംസ് ഉണ്ട്. സോ ആ എക്സാം എഴുതി നിങ്ങൾക്ക് JE വേണമെങ്കിൽ JE ആവാം. അങ്ങനെ ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോഷൻ നേടാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. സോ ഇനി നമ്മൾ പറഞ്ഞ പോലെ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. എന്താണ്? ഓൾറെഡി അപ്ലൈ ചെയ്ത് ഒരുപാട്. ഇപ്പോൾ നമ്മുടെ റെയിൽവേൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റെയിൽവേ കറക്റ്റായിട്ട് എക്സാംസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഇപ്പോൾ അടുത്ത എക്സാമിൻ്റെ സെക്ഷൻ കൺട്രോളർ JE അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡേറ്റ് വന്നു. ഓക്കെ, അപ്പോൾ ആകെ ഡിലേ ആയത് എന്താ? കേസുള്ളത് കൊണ്ട് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി കുറച്ച് ഡിലേ ആയി. ബാക്കി അത് കേസുള്ളത് കൊണ്ട് മാത്രമാണ് ഡിലേ ആയത്. അല്ലെങ്കിൽ റെയിൽവേ എല്ലാ എക്സാംസും കറക്റ്റായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ എക്സാമും കറക്റ്റായി നടക്കും. സോ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്? ഓൾറെഡി നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ആൾക്കാർ, ഓൾറെഡി നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാർ, അവരെന്ത് ചെയ്യാം? നോക്കി, ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാലോ. നിങ്ങൾ ആധാറിൻ്റെ ഇത് വെച്ച് നമ്പർ, ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി പുതിയതായി ചേരുന്ന ആൾക്കാരാണ്, അതായത് ഞാൻ RRBയിൽ പുതിയതായി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിതാ ഇവിടെ ചെയ്യണം. rrbapply.gov.in എന്ന സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടതാ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്, അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓൾറെഡി ഉള്ള ആൾക്കാർ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അവിടെ കയറിയിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. കാരണം അതിലത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. SSLC സർട്ടിഫിക്കറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. അതുപോലെ കൊടുക്കുക, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി ചോദിക്കും, എന്താ? നിങ്ങൾക്ക് ആധാർ ഉണ്ടോ എന്ന് ചോദിക്കും. സോ അതും കൂടെ ഇവിടെ കൊടുക്കണം. ആധാറിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാനുണ്ട്. സോ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ, ആ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി ആധാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, വേറെ പ്രൂഫ് കൊടുക്കാം. പക്ഷേ ആധാർ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ? നമ്മളെ ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ ഉണ്ടാവും എവിടെ നിന്നാണ് നമ്മൾ എക്സാമിൻ്റെ എൻട്രി ചെയ്യുമ്പോൾ, എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ആധാർ കൊടുത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. സോ നിങ്ങൾ ആധാർ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ആധാർ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. പക്ഷേ ആധാർ കൊടുത്ത് നിങ്ങൾ എൻട്രി ചെയ്യുന്നതാണ് നല്ലത്. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സോ ഇതാണ് നിങ്ങൾ ഓൾറെഡി ഉള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സാധനം നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോൻ്റെ സമയത്ത് മാറ്റാൻ പറ്റില്ല, അതും കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കൊടുക്കുന്നതാ ഈ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോൻ്റെ സമയത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് പക്കയാണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ? SSLC സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നോക്കിയേ, ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റ് ബി മാച്ച് SSLC സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് മാച്ച് ചെയ്യണം, പിന്നെ ചേഞ്ച് പാടില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു എന്താണ്? SSLC, ITI അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ്, ഇതൊക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഹാവിങ് ഓൺലി ITI ഓർ NAC അതുള്ളവർ അതിലത്തെ ഡീറ്റെയിൽസാണ് അപ്ലൈ ചെയ്താൽ മതി. അതായത് SSLC ഇല്ലെങ്കിൽ നിങ്ങളിതാ ITI ആണെങ്കിൽ അത് ആ സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് അതുപോലെ ഫില്ല് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യാം. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റോൾ നമ്പറൊക്കെ ചോദിക്കും. ടോപ്പുള്ള റോൾ നമ്പർ ഉണ്ട്, SSLC സർട്ടിഫിക്കറ്റിൻ്റെ റോൾ നമ്പർ ഉണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കണം, അതും ചോദിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് EBC ഉണ്ട്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, പിന്നെന്താ EWS, പിന്നെന്താ OBC ഉണ്ട്. സോ ഇത് മൂന്നും ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മൂന്നും ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. EBC എന്ന കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ല. EBC എന്ന കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഫീ അടക്കുന്നതിൽ കുറച്ച് ഇളവുണ്ട്. ഓക്കെ,
ഫീൽ കൺസെഷൻ ഉണ്ട്, പക്ഷേ റിസർവേഷൻ ഇല്ല. ബാക്കിയുള്ള EWS OBC കാറ്റഗറിക്കാണ് റിസർവേഷൻ ഇല്ല. EWS OBC ബാക്കിയുള്ള SC ST അങ്ങനെ കാറ്റഗറിക്കാണ് റിസർവേഷൻ ഉള്ളത്. EBC കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ല. അവർക്ക് ഫീ എക്സാമിന് നമ്മൾ ഫീ അടക്കുന്നില്ലേ, ഇപ്പം 500 രൂപ അങ്ങനെ ഫീ അടക്കുന്നുണ്ട്, അതിൽ മാത്രം ഇളവുണ്ട്. പിന്നെ മനസ്സിലാക്കുക, ഈ കാറ്റഗറിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത കാറ്റഗറി ആയിരിക്കണം. OBC NCL അതുപോലെ SC ST അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത കാസ്റ്റ് ആയിരിക്കണം ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒറിജിനൽ വാലിഡ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി പ്രൊവൈഡ് ഡ്യൂറിങ്, അതായത് എന്താ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരൊഴിച്ച് നമുക്ക് SC STയിൽ ട്രെയിൻ ടിക്കറ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക്, റെയിൽവേ നമ്മൾ ട്രാവൽ പാസ് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം അപ്ലോഡ് ചെയ്യുക. ബാക്കിയുള്ളവർ നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ഇത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. SSLC സർട്ടിഫിക്കറ്റ്, ആധാർ എന്തൊക്കെയാണെന്ന് ഇതിനൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് OBC സർട്ടിഫിക്കറ്റ്. പലർക്കും ഉള്ള ഡൗട്ടാണ്, പലരും ചോദിക്കുന്ന ഡൗട്ടാണ് OBC സർട്ടിഫിക്കറ്റ് എത്രയാണ് കാലാവധി, എപ്പോൾ മുതലുള്ള സർട്ടിഫിക്കറ്റ്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, 3 വർഷം കാലാവധി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, OBC കാറ്റഗറി നിങ്ങൾ ക്രീമി ലെയറിലാണെങ്കിൽ, നോൺ ക്രീമി ലെയറിലാണെങ്കിൽ നിങ്ങൾ NCL സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അത് ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഡാറ്റ April 1, 2025 സോ ഇഷ്യൂ ചെയ്ത അതിന് ശേഷം April 1, 2025 ശേഷം, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ള NCL മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്. OBC കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം April 1 മുന്നേ ഉള്ള NCL സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. ഓക്കെ, 2025 April 1 ശേഷമുള്ള NCL സർട്ടിഫിക്കറ്റാണ് വാലിഡ് ഉള്ളത്. അതുപോലെ എക്സാം ക്ലോസിംഗ് ഡേറ്റ് നോക്കിയ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് അത് കഴിഞ്ഞിട്ടുള്ള NCL, പിന്നെ നമ്മൾ NCL എടുത്തിട്ട് ഇപ്പോൾ ഒരു നമ്പർ കൊടുത്തു, പിന്നെ NCL എടുത്തിട്ട് കാര്യമില്ല. ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുന്നേ ഉള്ള, അതായത് April 1, 2025 നമ്മളെ ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, മാർച്ചിൽ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ആ ഗ്യാപ്പിലുള്ള NCL ആയിരിക്കണം. സോ ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ള NCL ആയിരിക്കണം. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇതിന് ഡൗട്ട് വേണ്ട. 3 വർഷം പഴയതൊന്നും പറ്റില്ല. 2025 April 1 മുന്നേയുള്ള, 25 April 1 മുന്നേയുള്ള NCLും പറ്റില്ല. സോ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, NCL സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്പർ, NCL സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ ഇഷ്യൂ ഡേറ്റ്, അതുപോലെ കാസ്റ്റ്, പിന്നെ ഇഷ്യൂ അതോറിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. കാസ്റ്റ് ഫില്ല് ചെയ്യണം. ആരാണ് അതോറിറ്റി, ആരാണ്, തഹസിൽദാറാണ്. നമ്മൾ സാധാരണ തഹസിൽദാറാണ്. സോ വില്ലേജ് ഓഫീസർ ഒന്നും ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല, തഹസിൽദാറാണ് ചെയ്യുക. സോ അതാണ് നമ്മൾ ഫില്ല് ചെയ്യുക. സോ ആ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ OBC കൊടുക്കുക, നോൺ ക്രീമി ലെയർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് നിങ്ങൾ നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കുക. ഇവിടെ കാസ്റ്റ് കൊടുക്കാറുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് വെച്ചാൽ NCL നമ്പറിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ OBC NCLലുള്ള നമ്പറാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ OBC NCLലുള്ള നമ്പറാണ്. അപ്പോൾ ആ നമ്പർ കൊടുക്കുക. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറയുന്നത് തഹസിൽദാറായിരിക്കും. സാധാരണ നമ്മൾ തഹസിൽദാറോ അതിന് മേലെയുള്ള അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. വില്ലേജ് ഓഫീസറൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അത് കൊടുക്കുക. പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഡേറ്റ് അതും കൊടുക്കുക. ഇതാണ് OBCക്കാർ കൊടുക്കേണ്ടത്. പക്കയാണെന്ന് വിചാരിക്കുന്ന OBCക്കാർ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സോ ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു ഡൗട്ടാണ്, ഇത് നമ്മുടെ അനക്ഷർ 2 കൊടുത്തിട്ടുള്ള ഫോമാറ്റാണ് റെയിൽവേ. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന ഫോമാറ്റാണ്. നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഇത് രണ്ടും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള സാധനമാണ്. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടും. ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഇനി ഓഫ്ലൈൻ, അതായത് നിങ്ങൾ ഈ ഫോർമാറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ പുറകെയുള്ള ഫോർമാറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. അതായത് വില്ലേജ് ഓഫീസിൽ പോകണം, അവിടെ നിന്ന് നേരെ തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം, അങ്ങനെയൊക്കെ പോകാനുണ്ട്. സോ ഓൺലൈൻ അപ്ലിക്കേഷനും മതി. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരുപാട് പേര് ഇത് അതായത് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് എക്സാം ക്ലിയർ ചെയ്തിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ പാസ്സായ ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാവുന്നതാണ്. 2 രീതിയിലും ചെയ്യാം. ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഓൺലൈനാണ്, രണ്ടും വാലിഡ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് നോട്ടിഫിക്കേഷനുള്ള കാര്യം. April 1
ഏപ്രിൽ 1 ഇങ്ങോട്ട് 2025 ഏപ്രിൽ 1 ശേഷം ഉള്ള OBC NCL സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ എക്സാം ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി SC/SC സോ OBC-കാരൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം. സോ NCL സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ചെയ്താൽ മതി. ഇനി SC/ST ആണെങ്കിൽ എന്താണ്, ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് അവൈലബിൾ ആവേണ്ട ആൾക്കാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർ മാത്രമാണ് നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫ്രീ ട്രാവൽ ഫെസിലിറ്റി ഉള്ള ആൾക്കാർ ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കമ്മ്യൂണിറ്റി ചോദിച്ചു, SC/ST എന്താണെങ്കിൽ അത് കൊടുക്കുക, കാസ്റ്റ് കൊടുക്കുക. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ അതോറിറ്റി കൊടുക്കുക, നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എന്താണ്, സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ട്, ഇഷ്യൂ അതോറിറ്റി ഉണ്ട്, ഡേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ചോദിക്കുന്നു, ഡു യു വിഷ് ടു അവൈൽ ഫ്രീ റെയിൽ ട്രാവൽ പാസ്, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. സോ യെസ് എന്ന് കൊടുത്താൽ, ഇതിവിടെ എസ് എന്ന് കൊടുത്താൽ, നിങ്ങൾക്ക് ട്രാവൽ പാസ് വേണമെന്ന് കൊടുത്താൽ നിങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടെ വരും. ട്രാവൽ പാസ് വേണമെന്ന് നിങ്ങൾ കൊടുത്താൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ വരും. എന്താണ്, അവിടെ നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സോ അതിനുള്ള ഫോർമാറ്റ് ഇതാ പറയുന്നുണ്ട്, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഇതാ ഇങ്ങനെയാണ്, ഈ ഫോർമാറ്റിലാണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതാ ഇത്രയും KB ആണ്, PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അത് വേണമെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അവർ മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഇതിലും 2 ഇതുണ്ട്, എന്താണ്, ഓൺലൈനായിട്ടും ചെയ്യാം, നമുക്ക് അക്ഷയയിൽ പോയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ Annexure 1 ഈ ഫോർമാറ്റിലും ചെയ്യാം. സോ ഏത് ചെയ്താലും സെയിം ആണ്. ഇത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഒരാൾ സർവീസിൽ കയറിയ ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആണ്. സോ ഓക്കെയാണ്, രണ്ടും ഓക്കെയാണ്, 2 സർട്ടിഫിക്കറ്റ് ഓക്കെയാണ്. ഇനി ഡൗട്ട് വേണ്ട. പിന്നെ EWS കാറ്റഗറി. അപ്പം ആരാണ് EWS കാറ്റഗറി എന്നൊക്കെ നിങ്ങൾ നോക്കുക. എന്താണ്, 8 lakhs ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ഇൻകം ബിലോ 8 lakhs ആണ്. പിന്നെ നമ്മുടെ 5 acre ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് എബോവ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പറ്റില്ല, 5 acre ഓർ എബോവ് ഉള്ള ആൾക്കാർക്ക് പറ്റില്ല. പിന്നെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് 1000 square feet. പിന്നെ ഈ പ്ലോട്ടൊക്കെ നോക്കണം, പ്ലോട്ട് ഓഫ് 100 square yard ആൻഡ് എബോ ഇൻ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റി. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഇതിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. EWSൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീട്ടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ നോക്കുക, വീട്ടിൻ്റെ ഏരിയ ഒക്കെ നോക്കുക, നിങ്ങളുടെ ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ EWSൽ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, EWSൽ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇത്രയും പറഞ്ഞു. അതുപോലെ ഞാൻ പറഞ്ഞു NOC സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്നിൻ്റെയും സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. നിങ്ങൾ ആ ഓരോന്നിൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് ഇവിടെയും പലർക്കുള്ള ഡൗട്ടാണ്, നമ്മളിപ്പോൾ അക്ഷയയിൽ പോയി, അവരാണ് ചിലപ്പോൾ ഫീ പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഇപ്പോൾ 500 രൂപ അടച്ചാൽ ബാക്കി 400 രൂപ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകും? അപ്പോൾ അതിനുള്ള കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് മണി തിരിച്ചു വരേണ്ടത്? നമ്മളിപ്പോൾ GPay എന്നൊക്കെ ചെയ്താലും നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ പൈസ തിരിച്ചു വരേണ്ടത്? ഇപ്പോൾ 500 അടച്ചിട്ട് ബാക്കിയുള്ള, ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് പേ ചെയ്യേണ്ടത്, അതിൽ ബാക്കി 400 രൂപ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്, നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസും കൂടെ കൊടുക്കാനുണ്ട്. സോ അത് നോക്കി വെക്കുക. അക്കൗണ്ട് ഡീറ്റെയിൽസ്, IFSC, നമ്മുടെ അക്കൗണ്ട് നമ്പർ, ആ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ബാങ്കിൻ്റെ നെയിം, ആ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനുള്ളത്. സോ അത് നോക്കി വെക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം സിഗ്നേച്ചറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ഫോട്ടോ ആണ് എടുക്കേണ്ടത്. പണ്ടൊക്കെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യും, പക്ഷേ ഇപ്പോൾ ലൈവ് ഫോട്ടോ ആണ് എടുക്കേണ്ടത്. അതായത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും ലൈവ് ഫോട്ടോ എടുക്കാൻ. നമുക്ക് എന്നിട്ട് ഫോൺ ഡയറക്റ്റായി നമ്മൾ പിടിച്ചിട്ട് ലൈവായിട്ട് അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കണം. സോ അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ക്ലിക്കിലൊന്നും ആയിക്കൊള്ളുന്നില്ല എന്ന് വെച്ച് 2-3 പ്രാവശ്യം നോക്കുക, ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൗ ടു അപ്ലൈ എന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് ലൈവ് ഫോട്ടോ ആണ്. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈവ് ഫോട്ടോ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഓൾറെഡി ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല, ലൈവ് ഫോട്ടോ എടുത്തിട്ടാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അതൊക്കെയാണ്. സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ സിഗ്നേച്ചറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഇങ്ക് പെന്ന് വിത്ത് വൈറ്റ് പേപ്പർ. സോ അത് നോക്കുക, ബ്ലാക്ക് ഇങ്ക് പെന്ന് വിത്ത് വൈറ്റ് പേപ്പറാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് സിഗ്നേച്ചർ മസ്റ്റ് ബി റണ്ണിങ്
ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. പിന്നെന്താ നോട്ട് ഇൻ ബ്ലോക്ക് ലെറ്റർ ക്യാപിറ്റൽ, പിന്നെന്താ ഡിസ്ജോയിൻറ്റ് ലെറ്റേഴ്സ്, അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ നല്ല വായിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സൈൻ ഇടാം. ഓക്കെ, വൈറ്റ് പേപ്പറിലായിരിക്കണം, ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം. ഓക്കെ, ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം. പിന്നെ അതിൻ്റെ സൈസ് പറയുന്നുണ്ട് 30 KB 49 KB. പലർക്കും ഇഷ്യൂ വരുന്നത് ഇവിടെയാണ്, പലർക്കും ഇഷ്യൂ വരുന്നത്. പലരും നമ്മളോട് പേഴ്സണലായി ചോദിച്ചിട്ടുണ്ട്, സാറേ എൻ്റെ സൈൻ അപ്ലോഡ് ആകുന്നില്ല, എല്ലാം കറക്റ്റ് ഫോമാറ്റിലാണ്, സൈൻ അപ്ലോഡ് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇട്ട് നോക്കുക, എന്താ ചിലപ്പോൾ അത് റീഡ് ആവുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒന്നുകൂടി ഇട്ട് നോക്കുക, അങ്ങനെ നോക്കുക. ഓക്കെ, സോ സൈൻ ചെയ്യുന്നതിൽ പലർക്കും പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും സൈൻ അപ്ലോഡ് ചെയ്യാനാണ് പലർക്കും പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, എന്താ ഇതിൽ പറഞ്ഞ പോലെ തന്നെ സൈസൊക്കെ ആക്കിയിട്ട് കറക്റ്റായി സൈസൊക്കെ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ ഓൺലൈനായി എടുത്താലും ഓഫ്ലൈൻ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഓക്കെയാണ്, രണ്ടും ഓക്കെയാണ്. സോ ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ മടിച്ച് നിൽക്കരുത്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ലെവൽ 6 മാത്രമേ എഴുതൂ, ചെറിയ ലെവൽ 1 പോസ്റ്റൊന്നും എഴുതില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടിച്ചിരിക്കരുത്. നമുക്ക് ഒരുപാട് പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് അകത്ത് തന്നെ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇതിലേക്ക് എൻട്രി ചെയ്താൽ, ലെവൽ 1 ആയിട്ട് എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായി എക്സാം എഴുതി ലെവൽ 6 പോസ്റ്റിലേക്ക് സ്റ്റേഷൻ മാസ്റ്ററൊക്കെ, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ, ഈ കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായി പ്രൊമോഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടിക്കരുത്, നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മുടെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് എക്സാമൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നടക്കും. നമുക്ക് ഒരു ഒക്ടോബർ നവംബർ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം നടക്കുന്നതായിരിക്കും. ഓക്കെ, റെയിൽവേ എല്ലാം ഇപ്പോൾ സ്പീഡായിട്ടാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് NTPC വരാനുണ്ട്, നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. NTPC എക്സാം വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് D. സോ നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാനുള്ള നമ്മുടെ കോഴ്സ് ഉണ്ട്. 300+ ലൈവ് അവേഴ്സാണ് ക്ലാസ് ഉണ്ടാവുക, ലൈവായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് പല ഡൗട്ട് ഉണ്ടാവും. മാത്സ്, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് ഞാനും ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനടക്കം ഒരുപാട് പേര് മാത്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട് നമ്മുടെ ലൈവ് സെഷനിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ലൈവ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലായ മാത്സ് ബൈ ഹരി, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വന്നിട്ട് ഒരുപാട് നിങ്ങൾക്കുള്ള ഡൗട്ടും മാത്സിലുള്ള ഡൗട്ടും എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. സോ ഫാക്കൽറ്റീസൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ 300+ ലൈവ് അവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെക്കോർഡാണ്. ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ വർക്കിംഗ് ആൾക്കാരാണ്, ചിലപ്പോൾ ആ ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്. സോ ലൈവ് ആ സമയത്ത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാണാം. ഡൗട്ടുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെയിലി 2 to 3 hours ആയിരിക്കും, പിന്നെ 6 days ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഫീ 2999 രൂപയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഡൗട്ടും വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. കറക്റ്റായി അപ്ലൈ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.